പുതുവർഷം പിറക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ കടപരിധിയും ഖജനാവും കാലി. 2023 ഡിസംബർ മാസത്തോടുകൂടി കടമെടുക്കാനുള്ള പരിധി അവസാനിച്ചതോടെ സംസ്ഥാനം പോകുന്നത് രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്കാണ്. 21,850 കോടി രൂപയിൽ 21,800 കോടി രൂപയും സംസ്ഥാനം ഇതുവരെ കടമെടുത്തു കഴിഞ്ഞു. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി 5 മാസം കൂടി അവശേഷിക്കുന്നുണ്ട്. സംസ്ഥാനം കടമെടുക്കാനുള്ള പരിധി ഇനി 52 കോടി രൂപ മാത്രമാണ്. ദൈനംദിന ചെലവിന് പോലും സംസ്ഥാന സർക്കാരിന്റെ പക്കൽ 1 രൂപ പോലും ബാക്കിയില്ല. കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിന് ശേഷം ഈ വർഷം ഡിസംബർ വരെ ആകെ 21,852 കോടി രൂപ കടമെടുക്കാനായിരുന്നു സംസ്ഥാനത്തിന് അനുമതിയുണ്ടായിരുന്നത്. അതിൽ 21,800 കോടി രൂപയും കേരളം കടമെടുത്തു കഴിഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ കേവലം 52 കോടി രൂപ മാത്രമാണ് ഇനി സംസ്ഥാനത്തിന് കടമായി ലഭിക്കുക. സാമ്പത്തിക വർഷത്തിന്റെ പാതി മാത്രം പിന്നിടുമ്പോഴേക്കും ദൈനംദിന ചെലവിന് പോലും പണമില്ലാത്ത സാഹചര്യം എങ്ങനെ തരണം ചെയ്യുമെന്നാണ് സർക്കാർ പ്രതിസന്ധി. സർക്കാർ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളത്തിന് മാത്രം വേണ്ടത് 5,300 കോടി രൂപയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാൻ 900 കോടി രൂപ വേറെയും വേണം. മറ്റു ദൈനംദിന ചെലവുകൾ കൂടിയാകുമ്പോൾ പ്രതിസന്ധി ഗുരുതരമാകും. പ്രതിസന്ധി മറികടക്കാൻ അടിയന്തര കേന്ദ്ര സഹായത്തിനായി ശ്രമിക്കും. പുതുവർഷം തുടങ്ങുമ്പോൾ വരുന്ന മാസങ്ങളിലെ വരവ് ചിലവ് കണക്കുകൾ കൂട്ടിമുട്ടിക്കാനായി ഖജനാവുമായി ഇറങ്ങേണ്ട അവസ്ഥയാണ് ധനവകുപ്പിന്. ജനം, തിരുവനന്തപുരം.